വനം, റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധനയാണ് നടന്നത്. ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ യോഗം ചേർന്ന ശേഷമാണ് സംഘം പരിശോധനയ്ക്കായി ചൊക്രമുടിയിലെത്തിയത്. മേഖലയിൽ നടന്ന അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത്, എൻവയോൺമെന്റൽ ആസ്പെക്ട് ഉണ്ട്, അതിൽ റവന്യൂൻ്റെ ഇതും വരുന്നുണ്ട്, അപ്പോൾ കൺസ്ട്രക്ഷൻ്റെയും വരുന്നുണ്ട്. ഇപ്പോൾ PWD ബിൽഡിങ്സ് വന്നിട്ടുണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് എന്ത് നടപടികളാണ് എടുക്കാൻ പറ്റുന്നുള്ള ജോയിന്റ് ആയിട്ടുള്ള മീറ്റിംഗിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ല. പരിശോധനയിൽ പങ്കെടുത്ത വിവിധ വകുപ്പുകളോട് സബ് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മേഖലയിൽ നടന്ന നിയമലംഘനം, പാരിസ്ഥിതിക ആഘാതം, ജൈവ വൈവിധ്യത്തിനുണ്ടായ നാശം തുടങ്ങിയവ സംബന്ധിച്ചാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണം നടന്ന ഭൂമിയുടെ പട്ടയം സംബന്ധിച്ച് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിയിൽ ഇപ്പോൾ നടക്കുന്ന മറ്റ് അനധികൃത നിർമ്മാണം സംബന്ധിച്ചും പരിശോധന നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സബ് കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് വിശദമായ റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.